ഇതാണ് ഈ ദക്ഷിണകാശി വിശ്വനാഥ ക്ഷേത്രം. ഈ ക്ഷേത്ര കവാടം കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു പൂന്തോട്ടം കാണാം. ആ പൂന്തോട്ടത്തിൽ നന്ദികേശ്വരൻ ഇങ്ങനെ ഭഗവാനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. വളരെ നല്ലതാണ് അത് കാണാൻ. പണ്ട് ഈ ക്ഷേത്രം വെങ്കടേശ്വര ക്ഷേത്രമായിരുന്നു. അവിടെ ഒരു സ്വയംഭൂ ലിംഗമുണ്ടായിരുന്നു. ആ പഴയ ക്ഷേത്രം മാറ്റിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് പണിഞ്ഞതാണ്. ഏകദേശം 6 മാസം കൊണ്ട് ഇത് മൊത്തം പണിഞ്ഞു തീർന്നത്. ഇപ്പോഴും പണി നടക്കുകയാണ്. എന്നാലും പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റിയെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ആദ്യം അവർ സാധാ ഇങ്ങനെ കല്ലുകൾ കൊണ്ടാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നെ അത് കൃഷ്ണശില കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയെന്നും അവർ പറയുന്നു വളരെ അതിശയത്തോടെ. ഈ അമ്പലത്തിന് ഇങ്ങനെ 4 കവാടങ്ങളുണ്ട്. ആ 4 കവാടങ്ങളിൽ കൂടിയും നമുക്കിതിനകത്ത് കയറാം. അതുകൊണ്ടാണ് ഇതിന് ദക്ഷിണ കാശി എന്ന പേര് വന്നത്. മറ്റ് ശിവലിംഗങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് ഈ ശിവലിംഗം ബ്രഹ്മസൂത്രമാണ്. ഇതിനകത്ത് ഇങ്ങനെ വര പോലെ കാണും, അത് ബ്രഹ്മസൂത്രമാണ്. വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം ഓം നമഃ ശിവായ എന്ന് പറയുമ്പോൾ 1 കോടി പ്രാവശ്യം പറഞ്ഞ കണക്കാണത്രേ. ഇവിടെ വന്ന് ദർശനം നടത്തുമ്പോൾ ഒരുപാട് ശിവക്ഷേത്രങ്ങളിൽ ദക്ഷിണ നടത്തിയ ഫലം കിട്ടുമത്രേ. യഥാർത്ഥത്തിൽ ഇതൊരു പഴയ കുടുംബക്ഷേത്രമാണ്. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടുത്തെ ഈ ശക്തി കാരണം ഇങ്ങനെ വികസിപ്പിച്ചതാണ്. ഈ അമ്പലത്തിൽ കാർത്തിക മാസത്തിൽ ലക്ഷദീപാർച്ചനയൊക്കെ നടത്താറുണ്ട്. നവഗ്രഹ പ്രതിഷ്ഠയും വിഷ്ണു ക്ഷേത്രവും അതുപോലെ തന്നെ കാലഭൈരവ ക്ഷേത്രവും ദേവീ ക്ഷേത്രവും എല്ലാം ഇവിടെയുണ്ട്. ഈ ആൽമരമൊക്കെ ആണെങ്കിൽ വളരെ വലിയതാണ്. ഇവിടെ ഒരു ആമ്പൽക്കുളമുണ്ട്. വെള്ളയാമ്പലാണ് ഇവിടെ. അങ്ങനെ സാധാരണ കാണാറില്ല വെള്ളയാമ്പൽ. ഇങ്ങനത്തത് അതാണിവിടെ. വളരെ ശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ്. അടുത്ത് തന്നെ വേറെ ഒരുപാട് ക്ഷേത്രങ്ങളുമുണ്ട്. ഈ അമ്പലങ്ങളെല്ലാം തന്നെ ശ്രീ ശങ്കരാചാര്യ മഠവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരും ഇങ്ങനെ പറയുന്നുണ്ട്. വളരെ അപൂർവമായ ശിവലിംഗമാണ് ഇവിടെയുള്ളത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ കാലഭൈരവ പ്രതിഷ്ഠയും നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുമുണ്ട്. അതൊക്കെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് തന്നെയാണ്. അതുപോലെ ഭഗവതിയുടെ പ്രതിഷ്ഠയും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് മാറിയിട്ട് വെങ്കടേശ്വര സ്വാമി അമ്പലവുമുണ്ട്. ഇതിൻ്റെ എല്ലാം പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാന ക്ഷേത്രത്തിൻ്റെ ആ ശ്രീകോവിലിൻ്റെ പണി കഴിഞ്ഞു. ശ്രീകോവിലിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ, ഇവിടെ 4 വാതിലിൽ കൂടി നമുക്ക് കയറിയിട്ട് ഇങ്ങനെ വെളിക്കോട്ട് ഇറങ്ങാൻ പറ്റും. അതുപോലെ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ദീപത്താലെല്ലാം അലങ്കരിച്ച് വളരെ മനോഹരമായിരിക്കും. ഈ ശിവലിംഗമാണെങ്കിൽ ഓരോ ദിവസവും ഓരോ അലങ്കാരമായിരിക്കും ഉണ്ടായിരിക്കുക. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കും. ഉത്സവ നാളുകളിലൊക്കെ വളരെ തിരക്കായിരിക്കും. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ അമ്പലത്തിൽ ഓം നമഃ ശിവായ.